ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ തൊണ്ട വരളുക, കൈയും കാലും വിറയ്ക്കുക, പനി വരുന്നത് പോലെ തോന്നുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരവും ബാലിശമായിട്ട് തോന്നാം. പക്ഷെ സത്യത്തിൽ എന്നെപ്പോലെ അനേകരുണ്ട് അതനുഭവിച്ചവർ. അതൊരു കാലഘട്ടത്തിന് മാത്രം സംഭവ്യമായിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനസിക ഭാവമായിരുന്നു. പിന്നീട് ഇന്നത്തെ രീതിയിൽ ഒരു സെമസ്റ്ററൊക്കെ കഴിയുമ്പോൾ ആണ് ഇവരും മനുഷ്യജീവികളാണെന്നും ഇവരെയും നമുക്ക് സഹപാഠികളായിട്ട് കാണാം. എൻ്റെ ഈ ഒരു മാനസിക ഭാവം, ആ ഭാവത്തിന് ഏതാണ്ട് സമാനമായ ഭാവവുമായി ഒരു വൈദികൻ BA വരുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നു. അദ്ദേഹം കുട്ടിക്കാലം മുതലേ വീട്ടുകാർ വൈദികനാകാൻ വേണ്ടി മറ്റേ നേർച്ച നേർന്നിട്ട് വൈദിക വൃത്തി ഇഷ്ടപ്പെട്ട് വൈദികനായ ആളാണ്. പക്ഷേ പ്രായം 17 ഞങ്ങളുടെയൊക്കെ പ്രായത്തേക്കാൾ വലിയ കവിഞ്ഞ പ്രായമില്ല. അദ്ദേഹം അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആൺകുട്ടികളായ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ ഞങ്ങളുടെ കൊച്ചു വർത്താനങ്ങൾക്ക് വൈദിക സാന്നിധ്യം അലോസരമാകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് ഇറക്കി വിടും. പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരും അകന്ന് നിൽക്കും. അവിടെയും ഇവിടെയും അല്ലാതെ എന്നാൽ ഞങ്ങളുടെ പ്രായത്തിന് സഹജമായ എല്ലാ കുസൃതികളും ഉള്ളിൽ നൊരയിടുമ്പോൾ അടിച്ചമർത്തിക്കൊണ്ട് കഴിഞ്ഞിരുന്ന ആ വൈദികൻ പിന്നീട് സിനിമയിൽ എൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായി. ചാമരത്തിൽ നെടുമുടി വേണുവിന് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്ന കഥാപാത്രം അതാണ്.